നമസ്കാരം, ഞാൻ സേതുലക്ഷ്മി. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പ്രസന്റഡ് ബൈ NCDC. കണ്ണീരോടെ തമിഴകം. പ്രാർത്ഥനകൾ വിഫലമാക്കിയും ദേശത്തിന്റെ വിലാപം ബാക്കിയാക്കിയും തമിഴകത്തിന്റെ അമ്മ വിടവാങ്ങി. ഇന്നലെ ഒരു പകൽ മുഴുവൻ നീണ്ട അഭ്യൂഹങ്ങൾക്കൊടുവിൽ ജയലളിത മരണത്തിലേക്ക് മടങ്ങിയത് രാത്രി 11:30-ഓടെ. സംസ്കാരം വൈകിട്ട് 4:30 മറീന കടൽത്തീരത്ത് MGR സ്മാരകത്തിന് സമീപം. തലൈവിയുടെ വിയോഗ വാർത്ത പുറത്തു വന്നത് അർദ്ധരാത്രി പിന്നിട്ട് അപ്പോളോ ആശുപത്രി മെഡിക്കൽ ബുള്ളറ്റിനിൽ. അധികാരത്തിൽ എക്കാലവും അമ്മയുടെ വിനീത വിശ്വസ്തനായി ഒപ്പം നിന്ന O. പനീർശെൽവം പുതിയ മുഖ്യമന്ത്രി. 31-അംഗ മന്ത്രിസഭ അധികാരമേറ്റത് രാത്രി 1:30-ഓടെ. ഇന്ത്യ കണ്ട ഏറ്റവും മികച്ച വനിതാ മുഖ്യമന്ത്രിക്ക് രാഷ്ട്രത്തിന്റെ പ്രണാമം. ജയലളിതയുടെ സംസ്കാര ചടങ്ങുകളിൽ പ്രധാനമന്ത്രിയും മറ്റ് ദേശീയ നേതാക്കളും പങ്കെടുക്കും. ആദരസൂചകമായി കേരളത്തിൽ ഇന്ന് സർക്കാർ അവധി. തമിഴ്നാട്ടിൽ 7 ദിവസത്തെ ദുഃഖാചരണം. ഒരു ദേശത്തിന്റെ വിലാപം. മരണം കേൾക്കാതിരുന്ന പ്രാർത്ഥനകൾക്ക് മീതെ വീണത് തമിഴകത്തിന്റെ കണ്ണീർക്കണം. അമ്മ ഇനിയില്ലെന്ന സത്യം ഉൾക്കൊള്ളാൻ വിസമ്മതിച്ച് തലൈവിയുടെ തട്ടകം. ജയലളിതയുടെ ആരോഗ്യനില വഷളായെന്ന വാർത്ത പുറത്തുവന്ന ഞായറാഴ്ച അർദ്ധരാത്രി മുതൽ അപ്പോളോ ആശുപത്രിക്ക് മുന്നിലേക്ക് ഒഴുകിയെത്തിയത് 10,000-ങ്ങൾ. ഔദ്യോഗികമായി പ്രഖ്യാപിക്കപ്പെടും മുൻപ് ഇന്നലെ തമിഴ് ടെലിവിഷൻ ചാനലുകൾ ജയലളിതയുടെ മരണവാർത്ത നൽകിയതോടെ അണമുറിഞ്ഞത് വ്യാപകമായ പ്രതിഷേധം. വാർത്ത നിഷേധിച്ച അപ്പോളോ ആശുപത്രി അധികൃതർ പിന്നീട് പ്രത്യേക മെഡിക്കൽ ബുള്ളറ്റിനിൽ മരണമറിയിച്ചത് രാത്രി 12:15-ന്. O. പനീർശെൽവത്തെ AIADMKയുടെ നിയമസഭാ കക്ഷി നേതാവായി തിരഞ്ഞെടുത്തത് അർദ്ധരാത്രി ചേർന്ന അടിയന്തര പാർട്ടി യോഗം. മുഖ്യമന്ത്രി പദത്തിലേക്ക് പനീർശെൽവത്തിന്റെ നിയോഗം ഇത് 3-ാം തവണ. 2 വട്ടം തലൈവിയുടെ കസേരയ്ക്ക് കാവലാളായ OP സ്വതന്ത്ര മുഖ്യമന്ത്രിയാകുന്നത് ആദ്യം. കരുത്തിന്റെ ചരിത്രം. ദ്രാവിഡ രാഷ്ട്രീയത്തിൽ പെൺകരുത്തിന്റെ ചരിത്രം വരച്ചു ചേർത്ത നായികയ്ക്ക് കേരളത്തിന്റെ പ്രണാമം. ജയലളിതയുടെ സംസ്കാര ചടങ്ങുകളിൽ മുഖ്യമന്ത്രിക്കും ഗവർണർക്കുമൊപ്പം പ്രതിപക്ഷ നേതാവും മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും പങ്കെടുക്കും. സംസ്ഥാനത്ത് ഇന്ന് സർക്കാർ അവധി. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും സർക്കാർ ഓഫീസുകൾക്കും അവധി ദിനമായ ഇന്ന് ബാങ്കുകൾ പതിവ് പോലെ പ്രവർത്തിക്കും. വിവിധ സർവകലാശാലകൾ ഇന്ന് നടത്താനിരുന്ന പരീക്ഷകൾ മാറ്റിവച്ചതായി അറിയിപ്പ്. സംസ്ഥാനത്ത് 3 ദിവസത്തെ ഔദ്യോഗിക ദുഃഖാചരണം. കേരളത്തോട് എക്കാലവും മമത പുലർത്തിയ നേതാവായിരുന്നു ജയലളിതയെന്ന മുഖ്യമന്ത്രി പിണറായിയുടെ അനുശോചന സന്ദേശം. രാവിലെ ചേർന്ന പ്രത്യേക മന്ത്രിസഭാ യോഗത്തിൽ ജയലളിതയ്ക്ക് സംസ്ഥാനത്തിന്റെ ആദരം. പകരമില്ലാത്ത ജനനായികയ്ക്ക് ഒരു ജനതയുടെ ഹൃദയാഞ്ജലി. ആയിരങ്ങളുടെ അഞ്ജലി. ജനകീയ നേതാവിന്റെ വിയോഗത്തിൽ ആയിരങ്ങളുടെ അശ്രുപൂജ. ജയലളിതയുടെ മരണം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വലിയ വിടവുണ്ടാക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നഷ്ടമായത് ജനകീയ നേതാവിനെ എന്ന രാഷ്ട്രപതി. സ്വന്തം ജീവിതം കൊണ്ട് പടവെട്ടിയ ജയ രോഗാവസ്ഥയോടും യുദ്ധം ചെയ്തെന്ന് കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധി. നഷ്ടമായത് 10,000-ങ്ങളുടെ അമ്മയെന്ന് രാഹുൽ ഗാന്ധി. മരണത്തിൽ അനുശോചനം അറിയിക്കാൻ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ചെന്നൈയിലേക്ക്. ജയലളിതയുടെ പ്രശസ്തി എല്ലായ്പ്പോഴും നിലനിൽക്കുമെന്ന് മുൻ തമിഴ്നാട് മുഖ്യമന്ത്രി കരുണാനിധി. സാധാരണക്കാരുടെ ആവശ്യങ്ങൾ അറിഞ്ഞു പ്രവർത്തിച്ച നേതാവാണ് ജയലളിതയെന്ന് VS അച്യുതാനന്ദൻ. സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാൻ ഗവർണർ P. സദാശിവവും ചെന്നൈയിലേക്ക്. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് പ്രസന്റഡ് ബൈ NCDC സമാപിക്കുന്നു. അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂറിന് ശേഷം. നമസ്കാരം.